15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന അവലോകനത്തിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 21ാം ദിവസമായ ഇന്ന് വിപുലമായ ചർച്ചകൾക്കാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. പ്രവാസികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം, തൃശൂർ പൂരം നടത്തിപ്പിന്റെ മുൻകരുതൽ നടപടികൾ, അളവ് തൂക്കത്തിലെ കൃത്രിമം തടയാൻ നടപടി, DDAD സെന്ററുകൾ എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. പ്രവാസി മലയാളികൾക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നു. കേരള പ്രവാസി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ അപ്രധാനമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. തൃശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ പൂരം നടത്താനാണ് സർക്കാർ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മറ്റ് വിഘ്നങ്ങൾ ഉണ്ടാകാതെ പരിപാടികളെല്ലാം ഭംഗിയായി നടത്താൻ കഴിയണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ദേവസ്വവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതിന് ചില തടസ്സങ്ങൾ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ഇതിന്റെ കൂടെ നടത്തുകയാണ്. അളവ് തൂക്ക ഉപകരണങ്ങളിലെ കൃത്രിമം തടയാൻ മിന്നൽ പരിശോധന നടത്താറുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ സഭയെ അറിയിച്ചു. ത്രാസിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായും മന്ത്രി അറിയിച്ചു. അളവ് തൂക്ക ഉപകരണങ്ങളിലെ കൃത്രിമം തടയുന്നതിനായി വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്താറുണ്ട്. എല്ലാ വർഷവും ത്രാസിന്റെ കൃത്യത ഉറപ്പുവരുത്തി ലെഡ് ആൻഡ് വയർ ഉപയോഗിച്ച് മുദ്ര ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ലെഡിൻ്റെ ഭാഗം ചൂടാക്കി ലൂസാക്കി വയർ ഇളക്കി മാറ്റാനുള്ള സാധ്യത നിലവിലുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് തടയുന്നതിനായി പുതിയ സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള സീലിംഗ് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യമേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതായി പറയപ്പെടുന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് PC വിഷ്ണുനാഥും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യരംഗത്ത് കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള മോഡൽ അത്യാസന്ന നിലയിലാണെന്ന് PC വിഷ്ണുനാഥ് ആരോപിച്ചു. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയപ്പെട്ട പല രോഗങ്ങളും കേരളത്തിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നാം അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ്. നിപ്പ ബാധകൾ തുടർച്ചയാണ്. പിടിച്ചുകെട്ടി ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിപ്പ 18 മുതൽ 24 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് സാർ കേരളത്തിൽ മരിച്ചത്. എന്നാൽ പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ഇപ്പോഴും ഉജ്ജ്വല മാതൃക തന്നെയാണെന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനം കേരളമാണെന്നും 7000 കോടി രൂപയുടെ സൗജന്യ ചികിത്സ സംസ്ഥാനം നൽകിയതായും മരുന്ന് ക്ഷാമമില്ലെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. എല്ലാ നിലയിലും കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കുറ്റമറ്റ നിലയിൽ, കാര്യക്ഷമമായ നിലയിൽ, ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കേരളത്തിന്റെ പൊതുജന ആരോഗ്യം, പബ്ലിക് ഹെൽത്ത് അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റ് തിരിച്ചറിയാതെ പണ്ട് ആനപ്പുറത്ത് കയറി എൻ്റെ തഴമ്പുണ്ട് എന്നെ അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. സാർ, ഗുരുതരമായ ഈ വിഷയം
സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സഭയിൽ ഇന്ന് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. വൻകിട നിർമ്മാണ പദ്ധതികൾ കൂടുതൽ ഗുണമേന്മയോടെയും പരിസ്ഥിതി സൗഹൃദമായും നിർവഹിക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യകൾ അവലംബിക്കുന്നത് സംബന്ധിച്ച് കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകൾ സംബന്ധിച്ചും ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും മഞ്ഞളാംകുഴി അലി അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി പറഞ്ഞു. ജിയോ സെൽസ് ആൻഡ് ജിയോ ഗ്രിഡ്സ്, സോയിൽ നെയിലിംഗ്, സെഗ്മെന്റൽ ബ്ലോക്സ്, സിമെന്റ് ട്രീറ്റഡ് ബേസ് തുടങ്ങിയ ഉപയോഗപ്പെടുത്തിയും റോഡുകൾ നിർമ്മിക്കുന്നു സാർ. കാലാവസ്ഥയെ അതിജീവിക്കുവാനും കൂടുതൽ കാലം ഈട് നിൽക്കാനും ഇത്തരം നിർമ്മാണ രീതികൾ സഹായകരമാകുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെയും അതുയർത്തുന്ന വെല്ലുവിളികളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. 15 സബ്മിഷനുകളാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് സംബന്ധിച്ച 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം ബിൽ സഭ പാസാക്കി. സർ, 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. 2025 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ വകുപ്പ് തിരിച്ച് സഭ പരിഗണിച്ചു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. എന്നാൽ സഭയുടെ പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിഗണിക്കാത്ത വകുപ്പുകൾ നാളത്തേക്ക് മാറ്റി. സഭയുടെ പൊതുവായ കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഈ ബില്ലിന്റെ തുടർ വകുപ്പുകളുടെ പരിഗണന നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.